Hello, my dear students. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഉണ്ടാകുന്ന തകരാറുകൾ പരിഹരിക്കാനുള്ള ചെറിയ ടിപ്സുകളാണ്. നിത്യജീവിതത്തിൽ നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്തായാലും നമുക്ക് നെസസറി ആണ്. അപ്പോൾ അതിൽ ഷെയറിംഗ് ആൻഡ് പ്രോപ്പർട്ടീസിൽ ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറെ കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ ഷെയർ ചെയ്യാൻ ചിലപ്പോൾ പ്രശ്നങ്ങൾ വരും, ട്രബിൾസ് വരും. എന്തുകൊണ്ടാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഷെയറിംഗ് നടക്കാത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അത്തരത്തിലൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് ആ ഷെയറിംഗിലുള്ള പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാനും അത് ഫൈൻഡ് ചെയ്യാനുള്ള വീഡിയോ ഒക്കെ ചെയ്യുന്നു. ഓക്കെ, നമുക്ക് വീഡിയോ പോകാം. താങ്ക് യു. ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ എപ്പോഴും നമ്മൾ ഷെയറിങ്ങിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ അത്തരം പ്രോബ്ലംസ് കാരണം നമുക്ക് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറെ കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് ഡാറ്റ ഷെയർ ചെയ്യാൻ പറ്റാത്തൊരു പ്രോബ്ലമൊക്കെ വരും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ അതിൻ്റെ അതിൻ്റെ ട്രബിൾ എങ്ങനെ ആദ്യം ഫൈൻഡ് ചെയ്യുക, എന്തിനാണ് സോൾവ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിനാദ്യം നമ്മൾ വിൻഡോസ് 10 ആണ് ഇവിടെ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതിൽ സ്റ്റാർട്ടിൽ പോയിട്ട് നമ്മൾ കൺട്രോൾ പാനൽ എടുക്കുന്നുണ്ട്. സ്റ്റാർട്ട് കൺട്രോൾ പാനൽ. ഓക്കെ, റണ്ണിൽ പോയിട്ട് നമ്മൾ കൺട്രോൾ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഓക്കെ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കൺട്രോൾ പാനലിൽ ആപ്പുകൾ അവൈലബിൾ ആവും. അതിൽ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് നമുക്ക് നെറ്റ്വർക്ക് ആൻഡ് ഷെയറിംഗ് സെൻറ്റർ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ, നെറ്റ്വർക്ക് ഷെയറിംഗ് സെൻറ്റർ അത് വിസിബിൾ ആക്കുക. ഓക്കെ, ഈ ഓപ്ഷനാണത്, നെറ്റ്വർക്ക് ആൻഡ് ഷെയറിംഗ് സെൻറ്റർ. ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓക്കെ, അതിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അടുത്തൊരു ഓപ്ഷനിൽ ചേഞ്ച് അഡ്വാൻസ്ഡ് ഷെയറിംഗ് സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടും. ഓക്കെ, അഡ്വാൻസ്ഡ് ഷെയറിംഗ് സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഒന്നുകൂടി പറയാം, ചേഞ്ച് അഡ്വാൻസ്ഡ് ഷെയറിംഗ് സെറ്റിങ്സ്. അത് ഓപ്പൺ ചെയ്യുക. അതിൽ നമുക്ക് ഇവിടെ ചേഞ്ച് ഷെയറിംഗ് ഓപ്ഷൻസ് ഫോർ ഡിഫറെൻറ്റ് നെറ്റ്വർക്ക് പ്രൊഫൈൽസ് ഉണ്ടായിരിക്കും. അതിൽ ടേൺ ഓൺ നെറ്റ്വർക്ക് ഡിസ്കവറി എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ടേൺ ഓൺ നെറ്റ്വർക്ക് ഡിസ്കവറി. ഓക്കെ, അത് നോട്ട് ചെയ്തോളൂ. ടേൺ ഓൺ നെറ്റ്വർക്ക് ഡിസ്കവറി അത് നമ്മൾ ഓണാക്കി ചെയ്യുക. ടേൺ ഓൺ നെറ്റ്വർക്ക് ഡിസ്കവറി എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അതുപോലെ അതിൻ്റെ താഴത്തും വരുന്ന ഓപ്ഷൻ ഉണ്ട്, ഫയൽ ആൻഡ് പ്രിൻ്റർ ഷെയറിങ്. ഫയൽ ആൻഡ് പ്രിൻ്റർ ഷെയറിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണുന്നുണ്ട്. അതിൽ ടേൺ ഓൺ ഫയൽ ആൻഡ് പ്രിൻ്റർ ഷെയറിംഗ് ഓൺ ആയി കൊടുക്കുക. ഈ രണ്ട് സെറ്റിങ്സാണ് നമ്മൾ നോർമലായിട്ടൊരു വിൻഡോസ് സിസ്റ്റത്തിൽ നെറ്റ്വർക്ക് ഷെയറിങ്ങിൽ വരുന്ന സെറ്റിങ്സ്. ഇത് ടേൺ ഓൺ നെറ്റ്വർക്ക് ഡിസ്കവറി, അതുപോലെ ടേൺ ഓൺ ഫയൽ ആൻഡ് പ്രിൻ്റർ ഷെയറിംഗ്. ഇത് രണ്ടും ഓക്കെ അതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യുക, സേവ് ചേഞ്ചസ് കൊടുക്കുക. ഓക്കെ.